ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു പോപ്പുലർ യൂട്യൂബറാണ്. ആരാണ് ആ ആര്? സയാദ് അൻവർ. അൻവറിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഹാപ്പി ഫ്രെയിംസിന് വേണം. കിട്ടില്ല. കുറച്ച് ഭംഗിയാക്കാൻ നോക്കിയതാ, വായിപ്പോയി. അൻവറിന്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ബൈ ഫ്രണ്ട്സ്. അപ്പോക്കെ ബൈ ഫ്രണ്ട്സ്. ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഇങ്ങനെ സ്കിൻ കെയർ ഇൻഫ്ലുവൻസർ ആവണമെന്ന്? സംഭവിച്ചു പോയതാ. അതിന് വേണ്ടിയിട്ടൊന്നും ഒരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. വർക്കായി റെമഡി എന്തായിരിക്കും? വളരെ ചെറുപ്പത്തിൽ നോക്കി എല്ലാം ഫ്ലോപ്പായിരുന്നു. എല്ലാം ഫ്ലോപ്പായിരുന്നു. ഫ്ലിക്സ്, അതാണ് റിയാക്ഷൻ. നല്ല പ്രൊഡക്ട്സ് ഒക്കെയാണ്, പക്ഷെ ഓക്കെ എനിക്ക് വർക്കായി എന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് വർക്കാവണം, അതുപോലെ വർക്കായില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് അവർക്കും കാണുന്നവർക്കും അങ്ങനെ ആവണം എന്നില്ല. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ഡെയിലി കുടിക്കാൻ റെഡിയാണോ? എനിക്കൊരു സാധനം പറഞ്ഞു. അവരുടെ സന്തോഷത്തിനും എൻ്റെ ഒരു സമാധാനത്തിനും ഞാനത് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ഓരോരുത്തർ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരെന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്, ഡ്രസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭയങ്കര ഇതാവും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്ന ഓക്കെ ഞാൻ യൂട്യൂബർ ആണല്ലോ എന്നുള്ളത്. പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വിളിക്കാൻ പറ്റി അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്ന് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ ഇവർ 5 പേരുമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ നമ്മുടെ ഒരു മീറ്റിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരനെ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് എവിടെയൊക്കെ കൊള്ളുന്നുണ്ട്. എനിക്കത് അങ്ങനെ കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ പോകുന്നത്. പക്ഷെ ഇത് നമുക്ക് തന്നെ ആദ്യമായിട്ടോ? ഇത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാം അറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്കാണ് എക്സ്ക്ലൂസീവ് കിട്ടിയിരിക്കുന്നത്.